ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോവാനുണ്ട്. ഇത് തന്നെ കുറേ ദിവസമായല്ലോ അല്ലേ പറയുന്നു. ഒരു 2 ദിവസം കൂടി ഇത് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അനിയത്തി മോളും വന്നിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊന്നും സ്കൂളില്ല കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുട്ടും ചെറുപയർ കറിയും കേട്ടോ ഇന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അമ്പലത്തിലെ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ഇതാണ്, കുറച്ചാണെങ്കിൽ അതിനൊരു സന്തോഷമാണ്. അത് കഴിക്കുമ്പോൾ പിന്നെ മക്കളും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പം അനിയത്തിയും മോളും അമ്മയും കൂടി താലപ്പൊലിക്ക് പോകാൻ ഞാൻ പോയില്ല കേട്ടോ, ചേച്ചി വീട്ടിലുള്ളത് കൊണ്ട്. അപ്പം താലൊക്കെ പിടിച്ച് ഇറങ്ങുക ചുന്തരിയിലെ ഇല്ലത്തെ അമ്പലത്തിൽ വെച്ചിട്ടാട്ടോ താലപ്പൊലി വരുന്നത്. ഗംഭീര പരിപാടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്നപ്പോൾ കാണാനായില്ല, ആ സമയത്ത് പോകാനും ആയില്ല. ഞാൻ അമ്പലത്തിലേക്ക് പിന്നെയാണ് കേട്ടോ പോകുന്നത്. താലപ്പൊലിയൊക്കെ വന്നതിന് ശേഷം ചേച്ചിക്ക് പിന്നെ അന്നപ്പോഴേക്ക് രജിയേട്ടൻ വന്നു. രജിയൻ പറഞ്ഞ റെൻറ്റുവിനോട് ഇനി ചോക്കോബാർ വാങ്ങിക്കൊണ്ടുവരും കേട്ടോ പറഞ്ഞത്. പക്ഷേ അവനവിടെ ഐസ്ക്രീമാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ മോൻ കണ്ട അച്ഛന് കൊടുക്കുക. അച്ഛനതൊരു ഇഷ്ടമല്ലാത്ത മാതിരിയൊക്കെയാണ് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ എന്താക്കി ചേച്ചിക്കും കൊടുത്ത്. ചേച്ചി പറയാം പകുതി മതി. പക്ഷേ ഇതെന്ത് പകുതിയാക്കാനാ? ഞാൻ പറഞ്ഞത് അതവിടെ കഴിച്ചോളിയെന്നാണ്. അങ്ങനെ ചേച്ചി കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് ഇന്ന് നാടകമാണ് കേട്ടോ. അമ്പലത്തിൽ അപ്പം നാടകമൊക്കെ തുടങ്ങി. നാടകത്തിൻ്റെ പേര് പഞ്ചമി പെറ്റ പന്തിരുകുലം എന്നാട്ടോ. അങ്ങനെ പകുതി വരെ കണ്ടു.